ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് അനാലിസിസ് മീൻസ് അനലൈസിംഗ് ജനറൽ ടെൻഡൻസീസ് in each item of the financial statement on the basis of data of the base year. ഒരു ബേസ് ഇയറിലെ ഡാറ്റ വെച്ചിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ഓരോ ഐറ്റംസിൻ്റെയും ജനറൽ ടെൻഡൻസി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രെൻഡ് അനാലിസിസ്. ഇവിടെ എന്താ ചെയ്യുന്നത്? കമ്പയറിംഗ് ദ പാസ്റ്റ് ഡാറ്റ ഓവർ എ പീരിയഡ് ഓഫ് ടൈം വിത്ത് ബേസ് ഇയർ. നമ്മൾ ഒരു പീരിയഡിലെ ഡാറ്റ ബേസ് ഇയറുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നമ്മൾ നോർമലി ഫസ്റ്റ് തന്നിട്ടുള്ള ഇയർ ആയിരിക്കും ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത്. പിന്നീട് നമ്മൾ ഓരോ വർഷത്തെയും ഡാറ്റ ബേസ് ഇയറിലത്തെ ഡാറ്റയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. Trend analysis helps in understanding the direction in which organization is moving. The trend percentage are generally computed for major items in the statement. നമുക്ക് ഏത് ഓർഗനൈസേഷൻ്റെ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ട്രെൻഡ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ട്രെൻഡ് അനാലിസിസ് ചെയ്യുന്നതെന്ന് നോക്കാം. മെത്തേഡ്സ് ഓഫ് ട്രെൻഡ് അനാലിസിസ് 3 മെത്തേഡിലാണ് നോർമലി ചെയ്യുന്നത്. ട്രെൻഡ് പെർസെൻറ്റേജ്, ട്രെൻഡ് റേഷ്യോസ്, ഗ്രാഫിക് മെത്തേഡ്. ഓക്കെ, നോർമലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ട്രെൻഡ് റേഷ്യോസ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ട്രെൻഡ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കാണാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 2-3 വർഷത്തെ ഡാറ്റ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ബേസ് ഇയർ ആയിട്ട് എടുക്കണം. ടേക്ക് ദ ഫിഗേഴ്സ് ഓഫ് ബേസ് ഇയർ ആസ് 100. നമ്മൾ ബേസ് ഇയറിൻ്റെ 100 ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഓരോ വർഷത്തെയും ഡാറ്റ നമ്മൾ എന്താ ചെയ്യുന്നത്? ബേസ് ഇയർത്തെ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജ് ആണ് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബേസ് ഇയറിലത്തെ എമൗണ്ടിനെക്കാട്ടും കൂടുതലുള്ള എമൗണ്ട് ആണ് നെക്സ്റ്റ് ഇയറിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് 100-നേക്കാളും മുകളിലായിരിക്കും. നമ്മൾ ബേസ് എമൗണ്ടിനെക്കാട്ടും കുറവാണ് അടുത്ത വർഷത്തെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ 100%-നേക്കാട്ടും കുറവായിരിക്കും. ഇങ്ങനെയാണ് ട്രെൻഡ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. From the following information, interpret the result of operations of a manufacturing company using trend ratios. ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഫോർ ദി ഇയർ എൻഡഡ് 21 to 24. നമുക്ക് 2021 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിലെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അതിൽ നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്, ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ലെസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നു. അത് 21-ലത്തെ തന്നിട്ടുണ്ട്, 22-ലത്തെ തന്നിട്ടുണ്ട്, 23-ലത്തെയും 24-ലെയും ഡാറ്റ തന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ട്രെൻഡ് പെർസെൻറ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത് 2021-ലെ ഡാറ്റയാണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡാറ്റ നോക്കാം. ഫസ്റ്റ് ഡാറ്റ നോക്കുമ്പോൾ നെറ്റ് സെയിൽസ് 2021-ൽ 80 ആണ് തന്നിട്ടുള്ളത്, 22-ൽ 70, 23-ൽ 100, 2024-ൽ 120. നമ്മൾ എങ്ങനെയാണ് ഇനി ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ബേസ് ഇയറിൽ 2021 വന്ന് നമ്മൾ 100 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് ആണ് 2020-ൽ ആയിട്ടുള്ളത്, ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 21-ുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണെന്ന് നോക്കാം. അത് ചെയ്യേണ്ടത് 2020-ലെ എമൗണ്ട്, അതായത് 70 ഡിവൈഡഡ് ബൈ ബേസ് ഇയറിലത്തെ എമൗണ്ട്. എത്രയാണ്? 80 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 87.5 സംതിങ് ആണ്. നമ്മളത് റൗണ്ട് ചെയ്തിട്ട് 88 എന്നുള്ളതായിട്ട് എഴുതുന്നു. ഇനി അതുപോലെ 2023-ലെ നോക്കാം. 2023-ലെ എമൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് 100 ആണ്.
100 divided by 80 into 100. നമുക്ക് ചെയ്യുമ്പോൾ 125% എന്നാണ് കിട്ടുന്നത്. നോക്കൂ, ഇവിടെ 2021 80 ഉള്ളത് 23 100 ആയപ്പോൾ ട്രെൻഡ് പെർസെൻറ്റേജ് മോർ ദാൻ 100 ആണ് കിട്ടുന്നത്. പക്ഷെ 2021 2022 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 80 ഉള്ളത് 70 ആവുകയാണ് ചെയ്തിട്ടുള്ളത്, കുറയാണ് ചെയ്തത്. അപ്പോൾ നോക്കൂ, 2020 ട്രെൻഡ് പെർസെൻറ്റേജ് 100-നേക്കാളും കുറവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി 2024 നോക്കാം. 2024 നോക്കുമ്പോൾ എങ്ങനെ ചെയ്യാം? 120 divided by 80 into 100. നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് 150. ഇങ്ങനെ ഓരോ ഐറ്റത്തിൻ്റെയും നമ്മൾ ചെയ്യുന്നു. അടുത്ത ഐറ്റം നോക്കാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ് കിട്ടുന്നത്? തന്നിട്ടുള്ളത് 60, 55, 72, 80. ഓക്കെ, ഇനി നമുക്ക് ട്രെൻഡ് പെർസെൻറ്റേജ് കാണുമ്പോൾ എങ്ങനെ കാണും? 2022 കാണേണ്ടത് 55 divided by 60 into 100 ചെയ്യുമ്പോൾ നമുക്ക് 92 കിട്ടുന്നു. ഇനി അടുത്തതോ 2023 ചെയ്യുമ്പോൾ 72 divided by 60 into 100. 24 നമുക്ക് ആൻസർ കിട്ടുന്നത് 120 കിട്ടുന്നു. ഇത് ഹയർ ആയതുകൊണ്ട് 100 എബോവ് കിട്ടുന്നു. ഇനി അടുത്ത 24 80 divided by 60 into 100 133. അപ്പോൾ 60-നേക്കാട്ടും ഹയർ ആണ് 80. അപ്പം നമ്മൾക്ക് കിട്ടുന്ന ട്രെൻഡ് പെർസെൻറ്റേജ് എബവ് 100. ഓക്കെ, ഇനി ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് 20, 15, 28, 40. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 2022 15 divided by 20 into 100. 20-നെക്കാട്ടും കുറവാണ് 15. അപ്പോൾ എന്താണ്? 100-നേക്കാട്ടും കുറവുള്ള ഒരു പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് 22 കിട്ടുന്നത്. ഇനി 23 28 divided by 20 into 100 140 കിട്ടുന്നു. നെക്സ്റ്റ് 2024 40 divided by 20 into 100 200 കിട്ടുന്നു. അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ചെയ്യാം. അവിടെ നമുക്ക് പെർസെൻറ്റേജ് കിട്ടുന്നത് 90, 120, 250 എന്നിങ്ങനെ പെർസെൻറ്റേജ് കിട്ടുന്നു. നെറ്റ് പ്രോഫിറ്റും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ പെർസെൻറ്റേജ് കിട്ടുമ്പോൾ 60, 160, 150 എന്നിങ്ങനെ കിട്ടുന്നു. നമ്മളിനി ചെയ്യുന്നത് ഇൻ്റർപ്രിറ്റേഷനാണ്. ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ ഓരോ വർഷത്തെയും ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുന്നു. കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇവിടെ എന്താണ്? ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് sales, cost of goods sold and operating expenses have all declined in 2022. 2021 കമ്പയർ ചെയ്തിട്ട് 2022 നോക്കുമ്പോൾ എന്താണ്? എല്ലാ ഐറ്റംസും സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും എക്സ്പെൻസസും എല്ലാം എന്താണ്? കുറയാണ് ചെയ്തിട്ടുള്ളത് 2022. ഓക്കെ, ഇനി 23 24 കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഓൺ ദി അതർ ഹാൻഡ് sales, cost of goods sold and operating expenses have all increased in 2023 and 2024 as compared to 2022. 2022 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ 23 24 ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, hence gross profit has increased in much. 2024 ഗ്രോസ് പ്രോഫിറ്റ് ഹൈ ആണ്. ഇനി ഇൻ 2023 ഇൻക്രീസ് ഇൻ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് മോർ ദാൻ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. 2023 കോസ്റ്റ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഏതിനെക്കാട്ടും കൂടുതൽ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനേക്കാളും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനേക്കാളും കൂടുതൽ. ഓക്കെ, in 2024 the rate of operating net profit is lower than compared to 23. 23 അപേക്ഷിച്ച് 2024 എന്താണ്? കുറയാണ് ചെയ്തിട്ടുള്ളത് നെറ്റ് പ്രോഫിറ്റ്. അതെന്തുകൊണ്ടാണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂടിയ കാരണം കൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണ് ട്രെൻഡ് അനാലിസിസ്
പ്രിപ്പയർ ചെയ്യേണ്ടത്. താങ്ക് യു.